നമസ്കാരം. ഞാൻ ഡോക്ടർ CP സുരേഷ്, ചീഫ് ഫിസിഷ്യൻ, CP ആയുർവേദ ഹോസ്പിറ്റൽ, ഡയറോ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സോറിയാസിസ് ആണ്. സോറിയാസിസ് ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡറായിട്ടാണ് പൊതുവെ പുസ്തകങ്ങളിൽ പറയുന്നത്. ഇപ്പോൾ മറ്റെല്ലാ രോഗങ്ങളും പോലെ ഇപ്പോൾ ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളെന്ന് പറഞ്ഞിട്ട് തന്നെ കുറേ രോഗങ്ങൾ ഇപ്പോൾ വർദ്ധിച്ച തോതിൽ ജനങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ സോറിയാസിസും ഇപ്പോൾ വളരെ വർദ്ധിച്ച തോതിൽ കാണുന്നൊരു അസുഖമാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് സോറിയാസിസ് ഉള്ളവരുടെ എണ്ണം ഒരു നാട്ടിൽ തന്നെ വളരെ ചുരുക്കമായിരിക്കും. ഇന്നിപ്പോൾ നോക്കിയാൽ അതിൻ്റെ എത്രയോ മടങ്ങ് സോറിയാസിസ് രോഗികളെ നമുക്ക് കാണുവാൻ കഴിയും. പൊതുവേ ഈ സോറിയാസിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ രോഗമുള്ളവരായാലും ഇല്ലാത്തവരായാലും ഒരു ഭയം പ്രകടിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ പരിശോധനക്കെത്തുന്ന രോഗികളിൽ ചെറിയ എക്സിമയായിരിക്കാം, ചിലപ്പോൾ ചെറിയ ചൊറിയായിരിക്കാം. പക്ഷേ ചോദിക്കുന്ന ചോദ്യം, ഇത് സോറിയാസിസ് ആണോ? അപ്പോൾ ഭയം നമുക്ക് ആ ചോദ്യം തന്നെ ഉണ്ട്. മിക്കവാറും നമ്മുടെ പരിചയക്കാർക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ സോറിയാസിസ് വന്ന് അവർ വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്നത് കണ്ടിട്ടുണ്ടാകും. ഇത് പകർച്ചവ്യാധിയല്ല എന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ അങ്ങനെ സംശയിച്ചിട്ടോ എങ്ങനെയായാലും അങ്ങനെയുള്ളവരുടെ ഒരു വേർതിരിവ് കാണിക്കുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ വിൽക്കുന്ന സ്ഥാപനം ജോലി ചെയ്യുന്നവർ ഇവർക്കൊക്കെ ജോലിയിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ സോറിയാസിസ് രോഗം മൂലം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ സോറിയാസിസ് എന്ന് കേൾക്കുമ്പോൾ ആ സോറിയാസിൻ്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സോറ എന്ന വാക്കിൽ നിന്നാണ്, ഇതൊരു ലാറ്റിൻ പദമാണ്, അതിൽ നിന്നാണ് സോറിയാസിസ് എന്ന വാക്ക് ഉണ്ടായത്. ഈ ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം സോറ എന്ന് പറഞ്ഞാൽ ചൊറിച്ചൽ എന്നാണ് അർത്ഥം. അപ്പോൾ ചൊറിയുന്ന സോറിയാസോ ചൊറിയാത്ത സോറിയാസോ ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഏതായാലും ചൊറിച്ചൽ എന്ന വാക്കിൽ നിന്നാണ് അതുണ്ടായെന്ന് പറയാം. സോറിയാസിസിൻ്റെ അർത്ഥം സ്കർഫ്, അതിൻ്റെ അർത്ഥം ശരീരത്തിൻ്റെ പുറമെ തൊലിയിൽ ഒരു ചെതിർപ്പൽ പോലെ ഉണ്ടാവുക എന്നാണ്. പൊതുവേ സോറിയാസിൽ കാണുന്ന ലക്ഷണം, നമ്മൾ എവിടെയെങ്കിലും ചൊറിഞ്ഞോ അല്ലെങ്കിൽ മുറിഞ്ഞോ ഒരു ചെറിയൊരു പാടുണ്ടായാൽ അവിടെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവിടെ ഒരു ചെതിർപ്പൽ പോലെ ഉണ്ടാവുക, ഇതാണ് പൊതുവെ കാണുന്നൊരു ലക്ഷണം. ഇതിന് ഐസോമോർഫിക് ഫിനോമിനോൺ എന്നൊക്കെ ശാസ്ത്രത്തിൽ കാണുന്നുണ്ട്. ലക്ഷണം, കാഠിന്യം, ശരീരഭാഗങ്ങൾ ഇവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് പല പേരിൽ സോറിയാസിസ് കാണുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഞാൻ വിശദീകരിക്കാം. പ്ലാക്ക് സോറിയാസിസ്, ഇതാണ് 90% പേരിലും കാണുന്ന സോറിയാസിസ്. അത് പുറം ഭാഗത്തും കൈമുട്ട്, കാൽമുട്ട് ഇവയുടെ പുറകിൽ മുമ്പിലൊക്കെയായി കാണുന്ന സോറിയാസിസാണ്. എറിത്രോഡെർമിക് സോറിയാസിസ്, അത് ചൊറിച്ചലും വേദനയൊക്കെ കുറച്ചധികം തീവ്രമായ രീതിയിലുള്ളതാണ് എറിത്രോഡെർമിക് സോറിയാസിസ്. ഫ്ലെക്സുറസ് സോറിയാസിസ് എന്നത് മടക്കുകളിൽ, സ്ഥലങ്ങളുടെ ഇടയിലെ മടക്കുകൾ, ചെവിയുടെ മടക്കുകൾ, അവിടെ കാണുന്ന സോറിയാസാണ് ഫ്ലെക്സുറസ് സോറിയാസിസ്. ഗുട്ടൈൽ സോറിയാസിസ്, ഗുട്ട എന്ന വാക്കിൻ്റെ അർത്ഥം ബിന്ദു, ഡ്രോപ്പ് എന്നാണ്. അപ്പോൾ ചെറിയ കുത്തുകളായിട്ട് അധികം പുറംഭാഗങ്ങളിലൊക്കെ കാണുന്ന സോറിയാസാണിത്. ഇതധികം കുട്ടികളിലാണ് കാണുന്നത്. ഉണ്ടായി 3-4 ആഴ്ചക്കുള്ളിൽ ഇത് സുഖപ്പെടും, പിന്നീട് വരണമെന്നില്ല. പക്ഷേ പ്രായമായവർ വന്നാൽ അത് പ്ലാക്ക് സോറിയാസ് എന്ന വിധത്തിലേക്ക് 90% ആളുകൾ കാണുന്ന ആ സോറിയാസിലേക്ക് മാറിയേക്കാം. ഇത് തലയിലും ഉള്ളംകൈ, ഉള്ളംകാൽ എന്നിവിടങ്ങളിൽ കാണുന്നില്ല. പാമാർ പ്ലാന്റ സോറിയാസിസ്, ഇത് ഉള്ളം കൈയിലും ഉള്ളം കാലിലും കാണുന്ന സോറിയാസാണ്. ഇത് തന്നെ പസ്റ്റുല സോറിയാസായിട്ട് മാറുന്നതുണ്ട്. അവിടെ കുരുക്കളും പഴുപ്പും ഒക്കെ ഉണ്ടാകാം. ഉപ്പൂറ്റിയിലും കാൽവിരലിൻ്റെ ചുവടുഭാഗത്തും കാണുന്നതാണ് ഈ ടൈപ്പ് സോറിയാസിസ്. സ്കാൽപ്പ് സോറിയാസിസ്, ഇത് തലയോട്ടിലാണ് കാണുന്നത്. മുടിയുടെ അരികിൽ കാണും, ചിലരിൽ തല മുഴുവനായിട്ടും കാണും. ചിലപ്പോൾ ചൊറിഞ്ഞാൽ വെള്ളൊലിപ്പ്, രക്തം പൊടിയുക ഇവയൊക്കെ ഉണ്ടാകാം. നെയിൽ സോറിയാസിസ്, ഇത് നഖത്തിൽ കുത്തുകളായിട്ട് ആണ് കാണുക. നഖത്തിന് ഇളക്കം പറ്റുക, നഖം ഇളകിപ്പോവുക, ഇവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. നഖത്തിൻ്റെ ഇടയിലായിട്ട് പുറ്റുപോലെയും കാണാം. എലഫൻ്റ് സോറിയാസിസ്, ഇത് അരക്കെട്ടിൻ്റെ ഭാഗത്ത് കുറച്ച് കട്ടി കൂടിയ കറുത്ത് കാണുന്ന ഒരു ടൈപ്പ് സോറിയാസാണ്. ഇത് സ്കെയിലിൻ്റെ മുകളിലായിട്ട് ഒരു കട്ടിയുള്ളൊരു ലെയർ വന്ന് മൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. സോറിയാറ്റിക് ആർത്രോപ്പതി, അത് സന്ധിവാതത്തിൻ്റെ ലക്ഷണം കാണിക്കുന്ന ഒരുതരം സോറിയാസാണ്. സന്ധികളിൽ വേദനയാണ് ഇതിൻ്റെ ലക്ഷണം. ഗുഹ്യഭാഗങ്ങളിലും കക്ഷത്തിലും കാണുന്ന വേറൊരു ടൈപ്പ് സോറിയാസിസ് ഉണ്ട്. അതിന് ചൊറിച്ചിലുണ്ടാകും, പക്ഷേ മിനുസമായിരിക്കും. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ സോറിയാസിസ് എന്ന വാക്കിൽ
അല്ല രോഗം പറയുന്നത്. അത് 3 പേരിലാണ് ഈ രോഗം അറിയപ്പെടുന്നത്. ഈ സോറിയാസ് എന്ന പേര് വന്നിട്ട് കുറച്ച് വർഷങ്ങളേ ആയുള്ളൂ. എത്രയോ വർഷം മുമ്പ് എഴുതിയ പുസ്തകത്തിൽ ഇതിൻ്റെ ലക്ഷണങ്ങളോട് രോഗം പറയുന്നുണ്ട്. 1 സിത്മം, 2 വിപാദിക, 3 ചർമ്മരോഗം. ഇങ്ങനെ 3 പേരിലാണ് അറിയപ്പെടുന്നത്. അത് സിത്മം എന്ന് പറയുന്നത് അതിനൊരു വരിയുണ്ട്, ഞാനിവിടെ പറയാം. സിത്മൻ രൂഷം ബഹിസ്നിഗ്ധം അന്തർഗഷ്ടം രജകരേത് ഷഷ്ടം സ്പർശം തൻ ശേതാമ്രം ദൗതിക പുഷ്പവത്. അപ്പോൾ ചൂരപ്പൂവിൻ്റെ നിറം, ചൂരപ്പൂവ് ഇപ്പോൾ നമുക്കാർക്കും കണ്ട് പരിചയം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ചൂരപ്പൂവിൻ്റെ നിറം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ആ പൂവ് കണ്ടാൽ മനസ്സിലാകും. അതുപോലെ താമ്രത്തിൻ്റെ നിറം, ചെമ്പിൻ്റെ നിറം, ഇതാണ് അതിൻ്റെ നിറം പറയുന്നത്. എന്നെ ഇളക്കിയാൽ തൊലി പൊടിഞ്ഞു പോകും. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എലഫൻറ്റോസോറിയാസിസ് ഹസ്തചർമ്മ ഗരസ്പർശം ചർമ്മ എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ആനത്തൊലിയുടെ അതേപോലെ പരുവരിപ്പോട് കൂടിയ അസുഖം, അതേ ലക്ഷണം തന്നെയാണ് ഉള്ളത്. പാമാർ പ്ലാന്റാസോറിയാസ് അത് വിപാദിക എന്ന പേരിലാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. പാണിപാതധാര്യോ വിപാദിക തീവ്രാർത്യ മന്ദകണ്ഠുശ്ച എന്ന് പറയുന്നുണ്ട്. അവിടെ ഈ പാണിപാദം എന്നിവിടങ്ങൾ മാത്രമുള്ള രോഗമായിട്ടാണ് പറയുന്നത്. അവിടെ പിന്നെ ചില ചൊറിച്ചിലും വേദനയൊക്കെ ഉണ്ടാകാമെന്നും പറയുന്നു. ചിലപ്പോൾ പഴുക്കുകയും ചെയ്യാം. പൊതുവേ ഈ അവസാനം പറഞ്ഞ പാമാർ പ്ലാന്റാസോറിയാസിസ് അത് പസ്റ്റുല സോറിയാസ് ആയിക്കോട്ടെ, ചികിത്സയിൽ സോറിയാസിൻ്റെ ഇനത്തിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു രോഗമാണ് ഈ പാമാർ പ്ലാന്റാസോറിയാസിസ്. 10, 15, 20, 30, 40 വർഷം പഴക്കമുള്ള സോറിയാസ് രോഗികൾ ചികിത്സക്കായി എത്താറുണ്ട്. നമ്മൾ കർശനമായ പഥ്യവും ചികിത്സയും തുടർന്ന് പോകുമ്പോൾ കുറേയൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. കുറേ നമുക്ക് ചികിത്സിച്ചിട്ട് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും. ചില ഇനത്തിൽപ്പെട്ടതൊക്കെ നമുക്ക് പിന്നീട് വരാത്ത രീതിയിൽ പൂർണ്ണമായി സുഖപ്പെടുത്താനും പറ്റും. നമ്മുടെ ഇടയിൽ പണ്ടൊക്കെ കാണുന്ന സോറിയാസിസ് പാരമ്പര്യമായിട്ടും അങ്ങനെ പല ഘടകങ്ങളുണ്ടാകുന്നതാണ് പഴയകാലത്തെ സോറിയാസിസ്. ഇന്നാകട്ടെ നമ്മൾ മിക്കവാറും നമ്മുടെ ജീവിത രീതി കൊണ്ടുവരുന്ന സോറിയാസാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പഴയ സോറിയാസിൻ്റെ ചികിത്സയും ഇപ്പോഴത്തെ സോറിയാസിൻ്റെ ചികിത്സയും കുറേ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മൾ വളരെ ചിട്ടയോടുകൂടി, കർശനമായ മരുന്ന് നിർദ്ദേശങ്ങളോടുകൂടി, കർശനമായ ശോധന ചികിത്സയോടുകൂടി മുമ്പോട്ട് പോയാൽ നമുക്ക് ചികിത്സ വളരെ ലളിതമായ രീതിയിൽ തന്നെ സോറിയാസിനെ മാറ്റിയെടുക്കാൻ പറ്റും.